നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ന്യൂസ് ആട്ടോ ഇപ്പോൾ നമ്മൾ കേട്ടത്. അത് കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ കാന്തപുരത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളുടെ പോസ്റ്റുകളിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴും കുറച്ചു മുമ്പും ഒരു സ്ഥിരീകരണം നമ്മുടെ അടുത്തോട്ട് വന്നിട്ടില്ല. ഏതാണെങ്കിലും ചാണ്ടി ഉമ്മൻ വളരെ വ്യക്തമായിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട് കാന്തപുരത്തിന്. അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ചാണ്ടി ഉമ്മനും ഈ ഒരു വാർത്ത, ഈ ഒരു സ്ഥിരീകരണം കിട്ടിയത്. നമുക്ക് ആ ഒരു കുറച്ച് ന്യൂസിന്റെ പോർഷൻസ് കേൾക്കാം. ചാണ്ടി ഉമ്മൻ നമുക്കൊപ്പം ചേരുകയാണ്. ചാണ്ടി ഉമ്മൻ, ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. താങ്കളുടെ അടക്കം നിർണായകമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഈ ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾക്ക്, എന്തെല്ലാം വിവരങ്ങളാണ് ഈ അവസരത്തിൽ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഇടപെട്ട എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ആദരണീയനായ കാന്തപുരം ഉസ്താദ്, അദ്ദേഹം ഇതാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം. അതുപോലെ തന്നെ എല്ലാ വാർത്താ ചാനലുകളിലും ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ ഓഫീസിൽ തന്നെയാണ് ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള എല്ലാ ധാരണകളും ആയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. അതുമാത്രമല്ല, വധശിക്ഷ റദ്ദാക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജയിൽ മോചനവും മറ്റ് ദിയാദനം സ്വീകരിച്ചിട്ട് ജയിൽ മോചനം ഉണ്ടാവുമോ, അതല്ല ഇപ്പം നമ്മളിപ്പം അബ്ദുൽ റഹീമിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ 18 വർഷം അല്ലെങ്കിൽ 20 വർഷം അങ്ങനത്തെ വല്ല മറ്റ് ശിക്ഷകളും ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലൊന്നും ധാരണ ആയിട്ടില്ല. അതിൻ്റെ തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സെയിം പോസ്റ്റ് തന്നെ, അല്ലെങ്കിൽ കാന്തപുരത്തിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ്റെ ഒക്കെ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ഇത്രയും വാർത്തകൾ കണ്ട സ്ഥിതിക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് തന്നെ കാന്തപുരമാണ്. കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് ഫസ്റ്റ് ഒരു വാർത്ത വന്നിരുന്നത്. ആ ഒരു വാർത്ത കാന്തപുരത്തിൻ്റെ ലെറ്റർ ഹെഡിൽ അടിച്ചു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ സകല എച്ചിൽ ചെറ്റകളും വന്നിട്ട് സംസാരിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ അതിനെ വേഴ്സാക്കി കാന്തപുരത്തിനൊരു ഹൂത്തി നേതാവാക്കി, അല്ലെങ്കിൽ കാന്തപുരത്തിനൊരു തീവ്രവാദി വരെ ആക്കാൻ ശ്രമിച്ചിട്ടുള്ള ഹാർപ്പിക്കുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇനി നിമിഷപ്രിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വരെ തൂക്കിക്കൊല്ലണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള ചില ചെറ്റകളായിട്ടുള്ള പണിക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഈ വക എല്ലാ കഴുകന്മാരും നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ണും നട്ടിരിക്കുന്നുണ്ട് ഇങ്ങനൊരു വാർത്ത വരാണ്ടിരിക്കാൻ. ഇനി വന്ന സ്ഥിതിക്ക് ഇനി ഇത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കും, അതല്ലെങ്കിൽ ഇനി ഈ വന്ന വാർത്തകളെ വളച്ചൊടിച്ച് തിരിച്ചില്ലാണ്ടാക്കാനും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ ഇത്തരം നികൃഷ്ട ജീവികൾക്ക് പറ്റും എന്നുള്ളതും കൂടെ ഈ അവസരത്തിൽ അറിയാണ്ട് പറഞ്ഞു പോവാണ്. കാരണം നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്ന സമയത്ത് ഏത് രീതിയിലാണ് നമ്മുടെ ഈ എച്ചിലുകളും ഈ പണിക്കന്മാരും ഈ സംഘികളും അല്ലെങ്കിൽ ഈ പരം മിത്രാദികളെല്ലാം ഇതിനെ എടുത്തിട്ടിട്ട് വളച്ചൊടിച്ചിട്ട് വാർത്തകൾ ചെയ്തത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് പല ചാനലുകളിലായിട്ട് പല രീതിയിൽ. പിന്നെ കൂട്ടത്തിൽ പലവന്മാരും പല പോസ്റ്റുകൾ ഇട്ടിട്ട്, നെഗറ്റീവ് പോസ്റ്റുകൾ ഇട്ടിട്ട് തലാലിൻ്റെ ഫാമിലിയിലും തലാലിൻ്റെ അല്ലെങ്കിൽ യമനിലെ പല സ്ഥലങ്ങളിലും അറബിയിലും അല്ലാതെയും പോസ്റ്റുകൾ ഇട്ടിട്ട് ഇതിനെതിരെ പ്രവർത്തിച്ച ഒരുപാട് പേര് ആളുകളുണ്ട്. അപ്പോൾ ഈ വക എല്ലാ ദുഷ്ജന്മങ്ങളും ക്രിയേഷൻസും കൂടെ ചാടി വീണ് ഇനി എന്തൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അറിയില്ല. പക്ഷെ ഇപ്പം വന്ന വാർത്ത സത്യം തന്നെയാണ്, 100% സത്യമാണ് എന്നുള്ള രീതിയിലാണ്. കാരണം ഈ വാർത്ത വിട്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എച്ചിലുകളോ അല്ലെങ്കിൽ പണിക്കനോ അതല്ലെങ്കിൽ ഈ സംഘികളോ ഒന്നുമല്ല, കാന്തപുരത്തിൻ്റെ ഓഫീസിലാണ്. നമുക്ക് ഫസ്റ്റ് വാർത്ത കിട്ടിയതും അവിടെ നിന്ന് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഈ വാർത്തയിലെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഒന്ന് രണ്ട് വേറെ വാർത്ത പോർഷൻസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപോകാം. ശകൽ, നമുക്കറിയാം ജൂലൈ 16 നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും, അല്ലെങ്കിൽ അങ്ങനെ ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ ഒരു ഉത്തരവുണ്ട് എന്ന വിവരം വന്നതിനെ തുടർന്നാണ് ചടുലമായ ഇടപെടലുകൾ, അതും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇടപെടലുകളുണ്ടാകുന്നത്. മതപണ്ഡിതന്മാർ വഴിയൊക്കെ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചയ്ക്കൊക്കെ വഴിയൊരുക്കിയത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. അതിനിടയിൽ കേന്ദ്ര സർക്കാരും നയതന്ത്ര പ്രതിനിധികളെ വഴിയുള്ള ചർച്ചകൾ നടത്തുന്നു. ഈ പല വഴിക്കുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ ഒരു യമനിൽ നിന്നുള്ള ആരുടെയെങ്കിലും ഒരു സ്ഥിരീകരണം അത് സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ ഇപ്പോൾ വന്നിട്ടുണ്ടോ? നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും യമനിലെ സൂഫി പണ്ഡിതൻ വഴി നടത്തിയ ഇടപെടൽ, ഒപ്പം മറ്റ് പല ഭാഗത്തു നിന്നുള്ള യമനിലെ തന്നെ മറ്റ് മതപണ്ഡിതരുടെ സമ്മർദ്ദം കൂടിയുണ്ട് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ സഹായകമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഹദ് തുടരുന്നുണ്ട്. ഷഹദ്, മുമ്പ് സൂചിപ്പിച്ചത് ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കുമെന്ന് നേരത്തെ
ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് തൽക്കാലം മരവിപ്പിക്കുന്നു എന്നൊരു തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അപ്പോഴും വഴങ്ങാതെ നിന്നത് തലാലിന്റെ സഹോദരനടക്കം കുടുംബവും അവരുടെ ഗോത്രവും ഒക്കെ ആയിരുന്നു. അവരെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതല്ല ഇനിയും അവരുമായി ചർച്ചകൾ വേണ്ടി വരുമെന്നാണോ? ഗോകുൽ, ഈ വിഷയത്തിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ പിന്നീട് അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ തലാലിന്റെ സഹോദരനും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം യുവാക്കളുടെ, അതായത് തലാലിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബവുമായിട്ട് കൂടി സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ ബന്ധപ്പെട്ടിരുന്ന ഘട്ടത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും, അതായത് നിമിഷപ്രിയ ഈ കേസ് വന്ന ഒരു ഘട്ടത്തിൽ പോലും ആക്ഷൻ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടാനോ അവരുമായിട്ട് സംസാരിക്കാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സൂഫി പണ്ഡിതരുമായി നടത്തിയ ചർച്ചയുടെയും അവർ ഈ കുടുംബവുമായി നടത്തിയ ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നും ഇപ്പോഴും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ കുടുംബത്തെയും ഒപ്പം തന്നെ അവിടെയുള്ള ആ ഗോത്ര വിഭാഗങ്ങളെ, അതായത് അവിടെയുള്ള അവരുടെ ഊരിലുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കുടുംബത്തെ കാര്യങ്ങൾ കുറെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ സൂഫി പണ്ഡിതർക്കും അതുപോലെ തന്നെ മത നേതാക്കൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു ശുഭസൂചന എന്ന നിലക്ക് ഇത്തരത്തിലൊരു വാർത്ത തന്നെ അവർ പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ വധശിക്ഷ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രാഥമികമായിട്ടാണെങ്കിൽ പോലും അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു അന്തിമ തീരുമാനമല്ല. കാരണം ഈ കുടുംബവുമായിട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചർച്ച നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇത് ജീവപര്യന്തമാക്കണമോ അതോ ഈ തുക വാങ്ങി അല്ലെങ്കിൽ പണം വാങ്ങി ഇതിൽ നിന്നും ഇവരെ ഒഴിവാക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. അപ്പോൾ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു ആശ്വാസവാക്ക് എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക